തൃത്താലയിലെ വി ടി ബൽറാം സി വി ബാലചന്ദ്രൻ തർക്കത്തിൽ ഇടപെട്ട് KPCC നേതൃത്വം ഇനി പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്നാണ് താക്കീത്. വി ടി ബൽറാം നൂലിൽ കെട്ടിയിറങ്ങിയ MLA ആണെന്നായിരുന്നു KPCC നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രന്റെ വിമർശനം. അതിന് പിന്നാലെയാണ് അവർ തമ്മിലുള്ള പോര് രൂക്ഷമായത്. ശ്രീത്ത് നൂലിൽ കെട്ടിയിറക്കിയ ആൾ എന്നതിനുള്ള പരിഹാസമായി സിപ്പ് ലൈനിൽ ഇങ്ങനെ പോകുന്ന ഒരു ചിത്രമിട്ടായിരുന്നു വി ടി ബൽറാമിന്റെ മറുപടി. അത് കഴിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരണം ഉണ്ടായി. അപ്പോൾ അത് നിർത്തിക്കോ എന്നാണോ പറയുന്നത്? തീർച്ചയായും നിർത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമെന്ന് KPCCയുടെ മുതിർന്ന നേതാക്കൾ രണ്ടുപേർക്കും ഒരു മുന്നറിയിപ്പ് വാർണിംഗ് നൽകി കഴിഞ്ഞു. ഇന്നലെ അത് സംബന്ധിച്ച് രണ്ട് നേതാക്കളോടും സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മഹാത്മാഗാന്ധിജിയുടെ പേരിൽ ഒരു കുടുംബ സംഗമമൊക്കെ നടത്തി വി ടി ബൽറാം മറുപടി പറഞ്ഞിരുന്നു. നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് തൃത്താലയിൽ വിജയിക്കാൻ. ആ സമയത്ത് ആരും പിന്നിൽ നിന്ന് കുത്തരുത് എന്നാണ് സി വി ബാലചന്ദ്രനോട് ഇത്തരത്തിൽ വി ടി ബൽറാമിൻ്റെ ഒരു മറുപടിയായി ആ കുടുംബ സംഗമത്തിൽ ഒരു പ്രസംഗം ഉണ്ടായിരുന്നത്. നേരത്തെ മറ്റൊരു കുടുംബ സംഗമത്തിലായിരുന്നു, ഇത്തരത്തിൽ കോണിക്കരയിലെ ഒരു കുടുംബ സംഗമത്തിലായിരുന്നു സി വി ബാലചന്ദ്രൻ നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയായി വന്ന് MLA ആയി. പിന്നീട് പ്രവർത്തകരോട് ധിക്കാരം കാണിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല, അങ്ങനെയൊക്കെ വലിയ തോതിലുള്ള വിമർശനം സി വി ബാലചന്ദ്രൻ ഉയർത്തിയത്. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടു. അവർക്ക് ഏതാണ്ട് തോന്നി, നമ്മൾ ചില മുതിർന്ന നേതാക്കളുമായി ഒക്കെ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് എന്തിനാണ് ഇപ്പോൾ ഒരു അനാവശ്യ വിവാദം എന്നാണ്. ഈ വി ടി ബൽറാമിനെ സ്ഥാനാർത്ഥിയാക്കാൻ അവിടെ കേന്ദ്ര നേതൃത്വം ഏതാണ്ട് പച്ചക്കൊടി കാണിച്ചു എന്ന വിവരം പുറത്തു വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ സി വി ബാലചന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും വലിയ തോതിൽ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സി വി ബാലചന്ദ്രനൊപ്പമുള്ള ഒരു ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ പച്ചത്തെറി അഭിഷേകം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറി MP സുബ്രഹ്മണ്യനെ നേരിടേണ്ടി വന്നത് നമ്മൾ വാർത്തയായി നൽകിയതാണ്. പോലീസിൽ പരാതിയായി. അത് യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു സൈബർ പോരാളിയാണ് ഇത്തരത്തിൽ നിസാർ കുമ്പിള എന്ന സൈബർ പോരാളിയാണ് ആ തെറി വിളിച്ചത്. എന്തായാലും പോരിന് തൽക്കാലം ഒരു ശമനം എന്ന തരത്തിൽ ഇനി ആരും പരസ്യ പ്രതികരണം വേണ്ട എന്ന് പറയുന്നു. പക്ഷേ പരസ്യ പ്രതികരണം ഇല്ലെങ്കിലും ആ പോര് അത്ര പെട്ടെന്നൊന്നും ശമിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ്, സ്ഥാനാർത്ഥികളുടെ കാലമാണ്, പ്രവർത്തകരുടെയും കാലമാണ്, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി മോഹികളുടെയും കാലമാണ്. പലതും പ്രതീക്ഷിക്കണം.